ഇപ്പൊ സ്ഥലമില്ല, വാടകയ്ക്കാണല്ലോ അന്നും താമസിക്കുന്നത്. ഇവർക്ക് ഒരു വയസ്സായപ്പോഴാ സ്ഥലം മേടിച്ച് അവിടെ താമസിക്കുമ്പോഴാ ഇവര് മൂന്നും കൂടെ രാവിലെ അങ്ങ് ഇറങ്ങും. അവന്മാര് നിക്കറൊന്നുമില്ല, ചുമ്മാ ഇതിങ്ങനെ ഇട്ടോണ്ട് ചുമ്മാ അങ്ങ് പോവുക. ഇവള് നടുക്ക് പോയി 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 7 വയസ്സ് 8 വയസ്സ് വരെ ആയെന്ന് തോന്നുന്നു. ഇവര് കളിച്ച് അപ്പൊ ആ സാന്തനയിലെ കണ്ടിട്ടില്ല. നമ്മള് താമസിക്കുന്നത് അവിടെ ആണെങ്കിൽ അവിടെ ഇവിടെ നിന്ന് ഈ വല്യമ്മ അവിടെ നേരെ പറഞ്ഞെടുക്കുന്ന അമ്പലത്തില് അവിടെ ഇങ്ങോട്ട് വരുന്നത് ഇവിടെ. അവിടെ ഇങ്ങനെയാണ് അങ്ങനെ കളിച്ച് ഇത് കമ്പോളത്തിൽ പോകുന്ന ചന്തയിൽ പോകുന്ന വഴിയാ. അവിടെ പോയിരുന്ന തൊഴിലൊക്കെ പോയി ചിലപ്പോ ഇതൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ കിടക്കുകയാണ് കുടിക്കുകയൊക്കെ ചെയ്യും. പിള്ളേരെ അറിയട്ടല്ല എന്താ ഞാൻ അറിയുന്നു, ഞാനെവിടെ അങ്ങനെ പോയി കുളത്തിലിറങ്ങി കുളിക്കാനിറങ്ങിയപ്പോ വലിയ കുളം അമ്പലക്കുളവാ. അതിനകത്തിറങ്ങി കുളിക്കാൻ അങ്ങോട്ട് ഇറങ്ങി നീന്തി അങ്ങ് പോയി. അപ്പൊ ഈ മതിലിന്റെ ചേർന്ന് ആൾക്കാർ ചന്തയിൽ പോകുന്നുണ്ട്. ഇത് അമ്പലമാ, ഇത് വഴിയാ. ഞാൻ പോകുന്നുണ്ട്, ഞാൻ കണ്ണൂരിൽ നോക്കിയപ്പോഴത്തേക്കിന് കുട്ടികളെ വെള്ളത്തിലാണോന്ന് പറഞ്ഞ് വെള്ളത്തിൽ നീന്തുവാണോ കളിക്കുകയാണോ പറഞ്ഞ് ചാടി പിടിച്ചു കയറ്റി. ഞാനും വിവരമൊന്നും അറിയുന്നില്ല. സന്ധ്യ ആയപ്പോഴത്തേക്കും ശാസ്താവിന്റെ അമ്പലത്തിൽ കയറ്റി എഴുതിച്ച് വീട്ടിൽ ഇവര് കൊണ്ടുവന്നപ്പോഴെന്നാ മുസ്ലിം പിള്ളേരെ അമ്മ ഇവര് കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു, ഇവര് മുങ്ങിച്ചെത്താനെന്റെ ഇപ്പൊ എന്നും പറഞ്ഞോണ്ട് ഇവര് ഇന്നും തോളെ കഴിഞ്ഞിട്ടുണ്ടോ ഇന്ന് പോന്നെ. ഇവിടെ തോളെ കിടക്കുക രണ്ടെന്റെ കയ്യില് ഇങ്ങനെ. അന്ന് വന്ന് അവളെ രാവിലെ അവിടെ പോയി തിരുമേനോട് എന്ന് പറയാം എനിക്ക് മാല ഇടണമെന്നും പറഞ്ഞോണ്ട് തിരുമേനി മാല പോയി ചുരുട്ടിട്ടോണ്ട് വീട്ടിൽ വന്നിരിക്കുക. ഞാൻ ശബരിമലയ്ക്ക് പോവുക. ആരോട് പറയട്ടെ, ഞാൻ മാല ഇട്ടു. അങ്ങനെയാണ് ശബരിമലയ്ക്ക് പോയത് അയ്യപ്പക്കാരുടെ കൂടെ. പറഞ്ഞ നീ മുങ്ങിട്ടാ സാധാരണല്ലേ അമ്പലക്കുളത്തിൽ മുങ്ങാൻ പോയ കാര്യം പറയായിരുന്നു.